നമസ്കാരം. TV ന്യൂവിൻ്റെ ഇൻസൈഡ് ഔട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ പരീക്ഷണം, ഔദ്യോഗിക ജീവിതം നൽകിയ ഒരു വലിയ എക്സ്പീരിയൻസും പിന്നീട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകളും, ഇതിനിടയിൽ ഇപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ആദ്യമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി. TV ന്യൂസ് ചാനലിന് അതിൻ്റെ പ്രേക്ഷകർക്കും എല്ലാവിധ മംഗളങ്ങളും ആദ്യമായി നേരുകയാണ്. താങ്ക് യു സർ. ഏകദേശം 40 വർഷത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങൾ, വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന് നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതീവമായ ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരു അവസരം ലഭിച്ചത്. ആ അവസരം ഞാൻ നല്ലോണം വിനിയോഗിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തിരഞ്ഞെടുപ്പ് ഒരു പരീക്ഷ എഴുതുന്ന പോലെയല്ലല്ലോ. ജനങ്ങൾ അവർക്ക് നല്ലതായ ആരാണ്, സ്ഥാനാർത്ഥി ആരാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നയങ്ങളാണ് കൂടുതൽ മെച്ചമെന്നവർക്ക് തോന്നുന്നത്, അവർക്ക് അതനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അതനുസരിച്ച് വോട്ട് ചെയ്തു. അതിൽ അങ്ങേയറ്റം അതിനെ അംഗീകരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ശേഷം ജീവിതകാലം ഉപയോഗിക്കണം, പരമാവധി വിനിയോഗിക്കണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇല്ലെങ്കിൽ അതൊരു കടമായി കിടക്കും. അവസാനം ഈ ജീവിതത്തിനോട് വിട പറയുന്ന അവസരത്തിൽ എവിടെയോ ഒരല്പം ദുഃഖം അവശേഷിക്കുന്നതായിട്ട് തോന്നും. ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു ചെറിയ കാര്യം അവർക്കൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ ആ ചെറിയ കാര്യം ചെയ്യാനെങ്കിലും ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അതൊരു ഭാഗ്യമായിട്ടും, ആ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വഴി ഉണ്ടാകട്ടെ, വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുക. സാധാരണ ഒരു പൊതുപ്രവർത്തനത്തിന്, ജനങ്ങളോടുള്ള സേവനത്തിന് രാഷ്ട്രീയം മാത്രമാകില്ല വേദി. രാഷ്ട്രീയ പ്രവർത്തനം വേണമെന്ന് കൂടിയില്ല. പക്ഷേ ഇത് അപ്രതീക്ഷിതമായിരുന്നു. പലപ്പോഴും ആ സ്ഥാനാർത്ഥിത്വമൊക്കെ ആണെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു. കരുതിക്കൂട്ടിയിരുന്നോ അത് ഇത്തരത്തിലൊരു നമ്മുടെ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം സ്വാഭാവികമായൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ തന്നെ വർക്ക് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം തുടർന്നുള്ള ജീവിതമെന്ന് ആലോചിച്ചിരുന്നോ നേരത്തെ? ഒരിക്കലുമില്ല. പറഞ്ഞ വളരെ വാസ്തവം, അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്നതാണ്. അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കലായിട്ട് പറഞ്ഞു, മനസ്സിലാക്കി. നല്ലതാണെന്ന് തോന്നി. ആരോഗ്യമുണ്ട്, ശ്രമിക്കണമെന്ന് താല്പര്യമുണ്ട്, മനസ്സുണ്ട്, സന്മനസ്സുണ്ട്, തയ്യാറെടുപ്പുണ്ട്. ചെയ്യുന്നതിന് എന്താണ് പോരായ്മ? പലപ്പോഴും ആൾക്കാർ പിന്നോക്കം വലിയാണ് ചെയ്യുന്നത്. ആ പിന്നോക്കം വലിയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു അവസരം നൽകിയിരിക്കുകയാണ്, നിങ്ങൾ അവസരം വിനിയോഗിക്കും. ഞാനിപ്പോഴും പറഞ്ഞൊരു സംഗതിയാണ്, ഒരു മനുഷ്യന് ആവശ്യം വേണ്ട അവസരമാണ്. എല്ലായ്പ്പോഴും അവസരം വന്നു വരില്ല, അവസരം ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരില്ല. വന്നു ചെയ്യുന്നൊരു അവസരത്തിന് പുറംകാലം കൊണ്ട് തട്ടിയെറിയുക, അത് ന്യായമല്ല, ശരിയല്ല. അത് ന്യായമായി വിനിയോഗിക്കുക തന്നെ വേണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. എന്തായിരുന്നു അത് നൽകിയൊരു പാഠം ജീവിതത്തിൽ? ഒരു വലിയ അനുഭവമാണ്. മനുഷ്യനായി കണ്ട്, പച്ചയായി കണ്ട്, വിവിധ മനുഷ്യ വികാരങ്ങൾ ഒരേ വേദിയിൽ കാണാൻ സാധിച്ച ഒരവസരം ഒരിക്കലും ഞാൻ മറക്കില്ല. നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി എല്ലാവരും കരയുന്നത് കാണാം, കല്യാണം വീട്ടിൽ പോയി ചിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഓരോ അവസരത്തിൽ ക്ഷേത്രത്തിൽ പോയി ഭക്തിനിർഭരമായിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഒരേ വേദിയിൽ തന്നെ, ഒരേ അവസരത്തിൽ തന്നെ കുറേ ആൾക്കാർ വളരെ ആവേശത്തോടെ നിൽക്കുന്നതാണ്, കുറേ പേര് അത്ര ആവേശമില്ലാതെ, കുറേ പേര് നിർമ്മമതരായിട്ട് നിൽക്കുന്നത് കാണാം, കുറേ പേർ പുറംതിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാം. ഇതിലൊക്കെ രസം പുറംതിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് തോന്നുമെങ്കിൽ അവരുടെ ചെവി മുഴുവൻ നമ്മൾ പറയുന്നതല്ലോ, നമ്മൾ ചെയ്യുന്നതല്ലോ ആയിരിക്കും. അങ്ങനെ വിവിധ വശങ്ങളും വിവിധ ഭാവങ്ങളും വിവിധ വികാരങ്ങളും ഒരേ വേദിയിൽ കാണാനും മനസ്സിലാക്കാനും ലഭിച്ചൊരു വലിയ അവസരമാണ്. ജനങ്ങൾ എൻ്റെ അറിവും എൻ്റെ പഠനവും അനുസരിച്ച് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ്. സത്യമായിട്ട് പറയാം, ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ചെയ്തില്ല? വേറെ കാരണങ്ങളുണ്ടാവും. വളരെ ചിട്ടയായിട്ടുള്ള ജീവിതം, പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭവനിലെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യസ്ഥനായി നിൽക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാം പ്രോട്ടോകോൾ ബേസ്ഡ് ആയിരുന്നു അവിടുത്തെ ജീവിതങ്ങൾ പലതും. തീർച്ചയായിട്ടും രാഷ്ട്രപതി ഭവനിലുള്ള തരം പ്രോട്ടോകോൾ വേറെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഉണ്ടാവില്ല. അവിടെ നിന്നൊരു സാധാരണക്കാരനിലേക്ക് ഇറങ്ങുന്നതിന് ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനെ എങ്ങനെയാണ് നേരിടാൻ പറ്റിയത്? അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസത്തെ, ജീവിതത്തിലൊരു വലിയ വ്യത്യാസമാണത്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ്. മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജീവിക്ക് ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാനുള്ള ഒരു വലിയ കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ഒരു സാഹചര്യത്തിലൂടെ ഇഴുകിച്ചേരാനും അതനുസരിച്ച് മാറ്റം വരുത്താൻ
നമുക്കെല്ലാവർക്കും ഒരു കഴിവുണ്ട്. ശീലിച്ചു വന്ന ഒരു നമ്മുടെ സിവിൽ സർവൻ്റ് എന്ന നിലയ്ക്ക് ശീലിച്ചു വന്ന ചില ചിട്ടകളോ ജീവിതത്തിൻ്റെ രീതിയേക്കാളും അമ്പേ മാറ്റമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതവും രീതിയും ശൈലിയുമെല്ലാം. അതിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ചുകൂടി കലുഷിതമാണ്. ഇവിടെ ഒരു വാക്കുകൾ പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, ആളുകളെക്കുറിച്ചുള്ള കമൻറ്റ് പറയുമ്പോൾ അതിലെല്ലാം കുറച്ചുകൂടി കരുതൽ വേണ്ട ഒരു സ്ഥിതി കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയിൽപ്പെട്ടവരോ നേതാക്കളോ ഉള്ളവരോ പോലും പ്രേസ് ചെയ്ത് സംസാരിക്കുന്നതിന് പോലും വിലക്കുകളുണ്ടാവാം. കാരണം ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അങ്ങേപോലെ ഒരു ദേശീയമായി തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുടവ ചേരുമോ? ഒരാളിനെ കുറിച്ച് കുറ്റം പറയാതെ, ഒരാളിനെ കുറിച്ച് ദോഷം പറയാതെ തന്നെ നല്ലവണ്ണം പ്രചരണം നടത്താൻ സാധിക്കും എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ആവശ്യമില്ല ഒരാളിനെ കുറിച്ച് ദോഷം പറഞ്ഞെങ്കിലേ പ്രചരണം കൊഴുക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയാണ് ഒരു ഭരണകൂടത്തിന് ഇച്ഛാശക്തിയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അടിസ്ഥാന സൗകര്യമായ കാര്യങ്ങൾ പോലും, മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ പോലും നിറവേറ്റപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എവിടെയാണ്? ഭരണതലത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ഇച്ഛാശക്തിയോടുകൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഭരണകൂടം വിജയകരമായി മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. അതൊരു അടിസ്ഥാന തത്വമാണ്. അത് കാരണങ്ങൾ പലതുമാകാം. പറയാം, കൂട്ടുകക്ഷി ഭരണങ്ങളുണ്ടാകുന്ന പോരായ്മയാണെന്ന് ഒരു പക്ഷേ വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകാം. പക്ഷേ എന്ന് വിചാരിച്ച് കൂട്ടുകക്ഷികൾ ഒരുമിച്ച് ചേർന്ന് ആ ഇച്ഛാശക്തി കാണിക്കാൻ സാധ്യമല്ലെന്നുണ്ടോ? സാധ്യമാകും. ആ ഇച്ഛാശക്തി കുറവ് ആണ് ഇന്ന് കേരളത്തിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഭരണപ്പിഴവ്. അത് മാറ്റാൻ ശ്രദ്ധിച്ചെങ്കിലേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയാം. റോഡുകൾ തയ്യാറായിട്ടുണ്ട്, പാലവും പണിതിട്ടുണ്ട്. പക്ഷേ ഈ റോഡും ഈ പാലവുമായിട്ട് കണക്ട് ചെയ്യുന്ന ലാസ്റ്റ് മൈൽ 1/2 കിലോമീറ്റർ 1/4 കിലോമീറ്റർ അത് തമ്മിൽ ബന്ധിപ്പിക്കുന്നു വർഷങ്ങളോളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോബ്ലം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വേണ്ടി കുറച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കും. അത് ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്ക് ഇത്രയും പണവും ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും താല്പര്യവും ചെയ്തു വന്നതെല്ലാം വൃഥാവിലാണ്, വർഷങ്ങളോളമായിട്ട് വെറുതെ കിടക്കുകയായിരിക്കും ചെയ്തത്. അതൊരു പോരായ്മയാണ്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര നമുക്ക് ഇവിടുന്ന് വൈപ്പിനിലേക്ക് പോകുമ്പോൾ ആലോചിച്ച് നോക്കും. ആ ഒരു പാലം തന്നെ ഒന്നാന്തരം പാലം കിടപ്പുണ്ട്, അപ്പുറവും ഇപ്പുറവും റോഡും വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഒരു വാഹനത്തിന് ആ പാലത്തിലേക്ക് കടക്കാൻ പറ്റില്ല, പാലത്തിൽ നിന്നൊരു വാഹനത്തിന് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് ഇത്ര വലിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ചിരുന്നാൽ എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു 4 പേര് 5 പേര് ഇരുന്ന് ഒരുമിച്ച് ചിന്തിച്ചാൽ അതിനൊരു പരിഹാരം കാണാൻ പറ്റാത്ത സമയം. ഇതിന് രാഷ്ട്രീയ പാർട്ടികൾക്കാൾ ഉപരി എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇച്ഛാശക്തിയുടെ കുറവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അത് ബാധിച്ചിട്ടുണ്ടോ? ഇത് രാജ്യാകമാനം നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണോ ഇത്? രാജ്യാകമാനം നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, നമുക്കിപ്പോൾ എന്താണെങ്കിലും ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത്, ആ പുതിയ പദ്ധതിക്ക് നമ്മളൊരു പേര് കണ്ടുപിടിക്കണം. ആ പേരുകൂടി ആ പദ്ധതി എത്രയും വേഗം ഒന്ന് പരസ്യപ്പെടുത്തുക, എന്നിട്ട് ഞാനാണത് കൊണ്ടുവന്നതെന്നുള്ളത് കാണിക്കുക. അതിനാണ് എൻ്റെ താല്പര്യം. അതേസമയം മുൻപ് ചെയ്തിരുന്ന വ്യക്തികൾ ഞാൻ തന്നെ തുടങ്ങി വെച്ചതായിരിക്കും, കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ഞാൻ തന്നെ തുടങ്ങി വെച്ചതായിരിക്കും. പക്ഷേ അതൊന്ന് ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആ ലാസ്റ്റ് മൈൽ ആ ഒരു ഗ്യാപ്പുണ്ട്, അതൊന്ന് ഫില്ലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം അതൊക്കെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊരു പുതിയ പേരിൽ അല്ലെങ്കിൽ ഒരു പുതിയ സംഗതി കൊണ്ടുവന്നപ്പോൾ എനിക്ക് കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് കൂടുതൽ, അങ്ങനെ ഒരു പോരായ്മ പൊതുവിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു പോരായ്മ. അത് ഈ കുറേയൊക്കെ ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പോരായ്മ അധികാരികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതേസമയം ആ ആർജവത്തോടെ ഇരിക്കുന്ന ഒരു PWD സെക്രട്ടറി ഇതെന്തായി പറയുന്നത്, എന്ത് വന്നാൽ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുകയാണ്, നമ്മളൊരു സർവേ എടുക്കുകയാണ്, കേരളത്തിൽ എത്ര പാലങ്ങൾ ഈ തരത്തിൽ വന്നു കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇത്രയും റോഡുകൾ ശരിയായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയുടെ പ്രശ്നം കാരണം ഉപയോഗിക്കാൻ പറ്റാതെ, ഇത് സമയബന്ധിതമായി അടുത്ത ഇത്ര ദിവസത്തിൽ എന്ത് വന്നിരുന്നാലും ഞാനത് ചെയ്യും എന്ന് ഒരു നിശ്ചയദാർഢ്യത്തോടെ ഒരു ചീഫ് സെക്രട്ടറി അല്ലെന്നുണ്ടെങ്കിൽ ഒരു PWD സെക്രട്ടറി തീരുമാനിച്ച് നടക്കില്ലേ? ഏതെങ്കിലും മന്ത്രി വേണ്ടെന്ന് പറയൂ? അങ്ങനെ കാണാമല്ലോ. ലുലു ഗോൾഡ് ഇൻസൈഡ് ഔട്ട് brought to you by ഇപ്പോൾ മധുരത്തിന്റെ നഗരത്തിലും ലുലു ഗോൾഡ്, പാവമണി റോഡ്, കോഴിക്കോട്. ഇതിനകത്ത് മോഡലായി പലപ്പോഴും പറഞ്ഞ് കേൾക്കുന്നത് ഗുജറാത്താണ്. ദൗർഭാഗ്യവശാൽ അതിനെക്കുറിച്ചുള്ള അവിടുത്തെ മോഡലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അതിനൊരു മറുവശം കൂടി അല്ലെങ്കിൽ മറുവാദം കൂടി എപ്പോഴും ഉന്നയിക്കപ്പെടാറുമുണ്ട്. സുദീർഘകാലം അവിടുത്തെ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധം അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്
ഗുജറാത്തിനെ കുറിച്ചുള്ള വികസന മാതൃകകൾ പുറത്തു കേൾക്കുന്ന അത്ര വലുതാണോ, അത്ര ഐശ്വര്യമുള്ളതാണോ? ഈ ഗുജറാത്ത് വികസന മാതൃക എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു മാതൃകയൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് എ മോഡൽ. അത് പണ്ടുകാലം മുതലേ ഗുജറാത്തിൽ വികസന പ്രക്രിയ വളരെ താല്പര്യത്തോടുകൂടി നടന്നിട്ടുള്ളതാണ്. രാഷ്ട്രീയ നേതൃത്വത്തിനാണെന്നുണ്ടെങ്കിലും ഔദ്യോഗിക നേതൃത്വത്തിനാണെങ്കിലും ജനങ്ങൾ വികസന കാര്യത്തിൽ ഇത്രയധികം റെസ്പോൺസീവായിട്ട് താല്പര്യമെടുത്തിട്ട് ഉള്ള സ്ഥലങ്ങൾ ഇത്രയധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ അന്ന് കളക്ടറായിരിക്കുന്ന കാലത്ത് ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ട് ഗ്രാമത്തിലെ റോഡുകളെല്ലാം മെച്ചപ്പെടുത്തുക. ഒരു സ്കീം, നിങ്ങൾ ഈ സ്കീമിൻ്റെ 25% ഗ്രാമം സംഭാവന ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള 75% ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറായിരിക്കും. കേരളത്തിൽ അങ്ങനെ പറഞ്ഞാൽ എത്ര പഞ്ചായത്തുകളാണ് മുന്നോട്ട് ജനങ്ങൾ സ്വന്തം സംഭാവനയായിട്ട് മുന്നോട്ട് വന്ന് എത്ര ആൾക്കാർ ചെയ്യുമായിരിക്കും. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ ജോലിയാണ് റോഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ പഞ്ചായത്തുകാരൻ കൊടുക്കുന്നത് അവരുടെ ജോലിയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇല്ല, ഞങ്ങൾക്കൂടി ഒരു താല്പര്യം, ഞങ്ങൾക്കതിനകത്തൊരു താല്പര്യമുണ്ട്. ഈ റോഡ് കരിങ്കല്ല് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് സിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കണം. അത് ജനങ്ങൾക്കൂടെ ഒരു താല്പര്യം. ഈ പറഞ്ഞ ഈ റോഡിൻ്റെ കാര്യം തന്നെ, ഈ വൈപ്പിലേക്ക് പോകുന്ന ആ റോഡിന് അത് ഇവിടുത്തെ ജനങ്ങൾ ആർജവത്തോടെ ചെയ്തിരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നിൽക്കുന്നുണ്ടോ? എന്തിനെല്ലാം നമ്മൾ ധർണയും സത്യാഗ്രഹവും ഇതൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇത് അത്ര വലിയ ടെക്നോളജിക്കൽ പക്ഷേ അവിടെയൊക്കെയാണ് അത്തരത്തിലൊരു ധിഷണാശക്തിയും നേതൃപാഠവും അവിടുത്തെ മുഖ്യമന്ത്രി അന്ന് ഗുജറാത്തിൽ കാണിച്ചിരുന്നു എന്ന വാദം ഉയരുന്നത്. ഇല്ല, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശരിയല്ല. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ അവർ കാണിച്ചതാണ്. ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് ശരിയല്ല. അത് ആ നാട്ടിന് അത് എന്തുകൊണ്ട് ഗുജറാത്ത് മാത്രം പറയണം? മഹാരാഷ്ട്രയുടെ കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? തമിഴ്നാടിൻ്റെ കാര്യം എന്തുകൊണ്ട് പറയുന്നില്ല? കർണാടകയുടെ കാര്യം അത് ഒരു പ്രത്യേക പ്രവർത്തന ശൈലി തന്നെ പണ്ടുകാലം മുതലേ ചരിത്രപരമായ രീതിയിൽ തന്നെ നല്ല ഭരണം കാഴ്ചവെച്ചുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്. നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് വന്നതിന് ആ നല്ല ഭരണം നടക്കും. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും നല്ലവണ്ണം ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളം മോശമാണെന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. പക്ഷേ താരതമ്യപ്പെടുത്തുമ്പോൾ അത് ചരിത്രപരമായ രീതിയിൽ ആ തരത്തിലുള്ള ഒരു പ്രത്യേക പ്രവർത്തന ശൈലിയും പ്രവർത്തന സംസ്കാരവും അത് ഒരു വ്യക്തിയുടെ മാത്രമാണെന്ന് പറയുന്നത് അത് ശരിയല്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം സംസ്കാരത്തിൽ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മുമ്പിൽ നിൽക്കുന്ന, ലിറ്ററസിയിൽ മുമ്പിൽ നിൽക്കുന്ന, കാര്യഗൗരവ ബോധമുള്ള, ലോകം മുഴുവൻ സഞ്ചരിച്ചതെടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഈ ബോധം ഉണ്ടാവുന്നില്ല? കേരളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിൽ നമുക്ക് സ്വന്തമായ ചില ശക്തിയുണ്ട്. നമ്മൾ പറയും, ഞാൻ ടൂറിസം സെക്രട്ടറി പലരും പറയുന്ന ഒന്നാണ്, നമ്മുടെ ABC, നമ്മുടെ ആയുർവേദം ഉണ്ട്, നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ കൾച്ചറുണ്ട്. ABC നമ്മളൊരു വലിയ ശക്തിയാണ്. കേരള മോഡൽ എന്ന് പറയുന്ന ആരോഗ്യ സംരക്ഷണ രംഗത്ത്, പൊതുജനാരോഗ്യ സംരക്ഷണ രംഗത്ത്, അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയി എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ കാലാനുസൃതമായി നമ്മൾ അവ മാറ്റി പുതിയ രീതിയിലെങ്കിൽ പുതിയ രംഗങ്ങളിലേക്ക് വരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതാണിപ്പോൾ ചോദിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറയും, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കാണാൻ സാധിക്കുന്നില്ല. നോട്ട് അൺഎംപ്ലോയ്മെൻറ്റ്, ടേക്ക് കെയർ, അൺഎംപ്ലോയബിലിറ്റി, തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം, അതിനുള്ള കരവിരുതില്ല, സ്കില്ലില്ല. അതെങ്ങനെ ഉണ്ടാകുന്നത്? അപ്പോൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എത്രയധികം എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായി വരുന്നവർക്ക് തൊഴിലില്ല. എന്തുകൊണ്ട്? അവസരങ്ങളില്ല. എന്ത് തരത്തിലുള്ള അവസരമാണ് വേണ്ടത്? IT കൊണ്ട് കേരളത്തിലെ എല്ലാ യുവാക്കൾക്കും തൊഴിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ IT ഒരു ആരാധകനാണ്, അതിൻ്റെ ഗുണം അറിയുന്നവനാണ്. പക്ഷെ പറയാണ്, കേരളത്തിലെ യുവാക്കൾക്കെല്ലാം IT തെറ്റിദ്ധരിക്കപ്പെട്ടു. വലിയ വ്യവസായങ്ങൾ പറയണം. കേരളത്തിന് വലിയ വ്യവസായങ്ങൾ വരികയാണോ വേണ്ടത്? പൊതുവിൽ പരിസ്ഥിതി ലോലമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് വലിയ, പ്രത്യേകിച്ച് കെമിക്കൽ അല്ലെങ്കിൽ ഈ പ്രദൂഷണം ഉണ്ടാകുന്ന, പരിസര മലിനീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ വരുന്നത് ഉചിതമല്ല. അതിനെന്താ നമ്മൾ വഴി കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ സ്വയം കണ്ടെത്തക്ക തരത്തിൽ, അല്ലെങ്കിൽ തൊഴിൽ സംരംഭമാകത്തക്ക തരത്തിൽ
എന്തുകൊണ്ട് ചെറുകിട വ്യവസായ രംഗത്തെ സ്മോൾ എൻ്റർപ്രന്യൂവേഴ്സ് എന്തുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം ചെയ്യാൻ നാം മടിക്കുന്നു? കേരളത്തെ ചെറുകിട വ്യവസായ മന്ത്രിയുടെ പേരെന്താ? എത്ര പേർക്കറിയാം? അതിന് പ്രാധാന്യമില്ലേ? ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാൻ സാധിക്കുന്നതും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ വളർച്ച എടുക്കാൻ, കേരളത്തെ വളർച്ച നേടാനും സാധിക്കുന്ന ഒരു രംഗമാണ് ചെറുകിട വ്യവസായം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചെറുകിട വ്യവസായം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി മാത്രമാണ് വിചാരിക്കുന്നത്. കേരളത്തിൽ ടൂറിസം വികസിപ്പിച്ചതാരാ? വൻകിട വ്യവസായികളാണ്. വൻകിട ടൂറിസം മേഖലയിലെ പ്രവർത്തകരാണ് ഇവിടുത്തെ ടൂറിസം വികസിപ്പിച്ചത്. വൻകിട ഹോട്ടൽ ശൃംഖലകളല്ല കേരളത്തിൽ ടൂറിസം വികസിപ്പിച്ചത്. ചെറിയ ചെറിയ വളർന്നു വന്നവർ. കേരളത്തിലെ ഫിഷറീസ് രംഗം വൻകിട മുതലാളികളാണോ കേരളത്തിൽ വളർത്തിയെടുത്തത്? ചെറുകിട അവർ വളർന്നു വലുതായവരാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട സംരംഭങ്ങളെ വളർത്തുകയാണ് വേണ്ടത്. എൻ്റെ ഒരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിലെ യുവാക്കൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക. അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഉചിതമായ മാർഗമാണ് ചെറുകിട സംരംഭങ്ങൾ. അത് പെട്ടിക്കടയായെന്ന് വരാം, തയ്യൽക്കടയായെന്ന് വരാം, ചെറുകിട മത്സ്യ സംസ്കരണമായെന്ന് വരാം, ടൂറിസം ഹോം സ്റ്റേ ആയെന്ന് വരാം, അല്ലെങ്കിൽ IT എനേബിൾഡ് ചെറിയൊരു കടയായെന്ന് വരാം. സ്വയം സംരംഭത്വം കൂടുതൽ അവസരങ്ങൾ കേരളത്തിൽ യുവാക്കൾക്ക് നൽകും. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ചിത്രം മാറും. അതിന് നമ്മൾ തയ്യാറായിട്ടില്ല. നമുക്ക് അത് ദോഷം ഞാൻ പറഞ്ഞു. ഒരു കാരണം ഞാൻ അടി വരച്ച് പറയാൻ, നമ്മൾ സോഷ്യലി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വൈസ് വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതി എന്നാണ്. അതേസമയം സാമ്പത്തികമായിട്ട് നോക്കിയിരുന്നാൽ നമ്മുടെ GDP അല്ലെങ്കിൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ SDP സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ലെവൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പകുതി എവിടെയോ ആണ് നമുക്ക് ഉയരാൻ. അപ്പോൾ സാമ്പത്തിക ഉന്നമനം കൊണ്ട് മാത്രം ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വളർച്ച ശരിയാകില്ല. അതിൻ്റെ കുറവ് അതുപോലെ തന്നെ പറയാം. സാമൂഹികമായും മനുഷ്യ വികസന സംബന്ധമായ അതിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും മാത്രമാണ് സുപ്രധാനമെന്ന് കരുതുന്നത് ശരിയല്ല. ഇത് ഒന്നും സുസ്ഥിരമായിരിക്കില്ല. സുസ്ഥിരമായ വികസനം വേണമെങ്കിൽ അവ രണ്ടും പരസ്പര പൂരകങ്ങളാകുകയും രണ്ടും ഒരുപോലെ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവിടെയാണ് നമുക്ക് ഈ പോരായ്മ പറ്റിയത്. ഇവിടെയൊക്കെ ഈ അവസരത്തെക്കുറിച്ചോ നമുക്ക് വേണ്ട മോഡലിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ സ്വന്തമായി വളർന്ന് വലുതായ മാതൃകകളെ തന്നെയാണ്. അതിനെ കുറച്ചുകൂടി ഒന്ന് മാറ്റിയാൽ, ഒരു കൊല്ലം പോലെ ഒരു സ്ഥലം, അവിടെ ജനിച്ച് വളർന്ന് സ്വന്തം ഇടം തന്നെത്താൻ കണ്ടെത്തിയ ഒരു വ്യക്തി കൂടിയാണ്. എവിടെയായിരുന്നു ഈ ഒരു യാത്രയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഊർജ്ജവും പ്രചോദനവും ഉണ്ടായിരുന്നത് അങ്ങേക്ക്? വാസ്തവത്തിൽ ഞാൻ IAS പരീക്ഷ എഴുതുന്നത് 42 വർഷം മുമ്പാണ്. അന്ന് ഇന്നിപ്പോൾ ഇതുപോലെ ഇപ്പോൾ IAS പരീക്ഷ എന്ന് പാസ്സായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തിനെന്ത് ഇങ്ങേറ്റത്തെ റാങ്കുകാരനാണെങ്കിൽ ഒരുപാട് സ്വീകരണങ്ങളും ഒക്കെ ഉള്ളു. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ പോലും ആരുമില്ല. ഈ IAS എന്ന് പറഞ്ഞത് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു കാലഘട്ടമാണ്. മനസ്സിലായി? അന്ന് ഞാൻ ഈ പരീക്ഷ കാണുന്ന അന്ന് കൊല്ലം കളക്ടറായിരുന്ന ഒരാൾ, അന്ന് ഞാൻ ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന കാലം. അപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഇന്നാര് MA IAS. അപ്പോൾ IAS ഒരു ഡിഗ്രിയാണ് ഇല്ലേ? ഡിഗ്രി ആണെങ്കിൽ കൊള്ളാമല്ലോ. ബീജാവാപം ആരംഭിക്കുന്നത്. പിന്നീടാണത് ഡിഗ്രി അല്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ചോദ്യം വെച്ച് എവിടെയാണ് ഒരു ടേണിംഗ് പോയിൻ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി. അവിടെ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വിരമിച്ച ആളാണ്. അവിടെ വെച്ചാണ് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നൊരു പുനർവിചിന്തനം ചെയ്യാൻ. കാരണം ഒരു സമയമുണ്ടെങ്കിൽ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ 6ാം ക്ലാസ്സിൽ മറ്റോ പഠിക്കുമ്പോൾ അപ്പോൾ ഹെഡ് മിസ്ട്രസ് ചോദിച്ചു, എന്താകാനാണ് ആഗ്രഹം? ഇംഗ്ലീഷിലാണ് ചോദ്യം. ഐ വോണ്ട് ടു ബിക്കം എ ഫാദർ. അർത്ഥം എന്താണ്? വൈദികനാകണം. അതിന് കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും വൈദികനെ കാണുമ്പോൾ അങ്ങേയറ്റം ആദരപൂർവ്വമാണ് ഇദ്ദേഹമാണ് വലിയ ആൾ, അപ്പോൾ വലിയ ആളാകണം. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ എൻ്റെ ഒരു കസിൻ മെഡിസിൻ അഡ്മിഷനൊക്കെ കിട്ടിയത്. അപ്പോൾ ഒരു ഡോക്ടറായി. അപ്പോൾ നോക്കാം, അവനെ കണ്ടുപഠിക്കുകയാണ്, ഡോക്ടറായി.
ഞാനത് ശരിയാണ്, ഈ പറഞ്ഞ അച്ഛനും പോയി ആ ഡോക്ടറെ അടുക്ക് കൈ കാണിക്കുന്നില്ല, അപ്പം ഡോക്ടറാണ് മിടുകൻ, അപ്പോൾ ഡോക്ടറായാൽ കൊള്ളാം. അപ്പോൾ അതും കഴിയുമ്പോഴേ ഇത് വല്ലല്ലോ. അപ്പോഴാണ് ഒരു പുതിയ ചിന്ത വന്നത്, എന്തിനാണെങ്കിലും അധികാരം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അധികാരം കയ്യിൽ വരേണ്ട എന്താണ് വഴി? രാഷ്ട്രീയമായ അധികാരം അല്ലെങ്കിൽ ഔദ്യോഗികപരമായ അധികാരം. ഈ രാഷ്ട്രീയമായ അധികാരം കൈകാര്യം ചെയ്യുന്നതിന് ഏത് തരത്തിലുള്ള വഴിയാണെന്ന് നോക്കിയപ്പോഴേക്ക് എൻ്റെ ശ്രദ്ധയും എൻ്റെ കഴിവുകളും ആ രംഗത്തായിരുന്നില്ല ആ സമയത്ത്. ആ സമയം വെച്ച് കൂടുതൽ പഠിക്കുക, അപ്പോൾ നല്ലോണം പഠിക്കുക, അപ്പോൾ ക്ലാസ്സിൽ ഒന്നാമൻ, കോളേജിൽ ഒന്നാമൻ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമൻ, ഇത് കൊള്ളാമല്ലോ. അപ്പോൾ നമുക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ സാധ്യമാണ് എന്ന് തോന്നി തുടങ്ങി. അപ്പോൾ ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ സംഗതി സാധ്യമാണ് എന്ന് തോന്നി തുടങ്ങുമ്പോൾ പിന്നെ അത് നേടുന്ന അഭിവാഞ്ച കൂടുകയാണ് ചെയ്യുന്നത്, അതിനുള്ള കഴിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വയം വളരാനുള്ള പ്രചോദനം ധാരാളം ആൾക്കാരിൽ നിന്നുണ്ടായി. ധാരാളം നല്ല ആൾക്കാർ, നല്ല അവരുടെ അനുഗ്രഹങ്ങളും ആശീസ്സുകളും അവരുടെ പ്രാർത്ഥനകളും ഇതൊക്കെ കൊണ്ടാണ് ഇവിടം വരെ എത്തിച്ചേർന്നത്. Lulu Gold Inside Out brought to you by ഇപ്പോൾ മധുരത്തിന്റെ നഗരത്തിലും ലുലു ഗോൾഡ്, പാവമണി റോഡ്, കോഴിക്കോട്. പൊതുപ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ രൂപത്തെ അങ്ങ് എല്ലാ ദിവസവും, അതായത് അതൊരു തുടർ പ്രക്രിയയാണ്, അതിന് വിശ്രമങ്ങളില്ല. ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു വിശ്രമവേളയിലാണ് നിരന്തരം പ്രചോദനവും നിരന്തരം ഇടപെടേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കിടക്കുന്നത്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിച്ചത്. ജനങ്ങളുടെ പ്രശ്നങ്ങളറിഞ്ഞ് അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് ഇതേ ഒരു രൂപം തന്നെ, രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കുന്നുണ്ടോ? ആ ഒരു പരിവേഷം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായുള്ളൊരു പരിവേഷം ഇപ്പോൾ അങ്ങേക്കുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ട് ഞാൻ ഒരിക്കലും അറിയപ്പെട്ടിട്ടില്ല. ഒരു സാഹചര്യം ആ പാർട്ടി നൽകി, അത് അനുയോജ്യമായ രീതിയിൽ ഞാൻ വേണ്ടവത്ത് ഉയർന്നു എന്നാണ് എൻ്റെ ധാരണ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയതിനെ ആരെങ്കിലും വിമർശിച്ചു പറഞ്ഞിരുന്നോ? ഇത്രയും ഒരു വലിയ പ്രൊഫൈലിൽ നിന്നൊരു വ്യക്തി സ്വന്തം നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടിയിരുന്നോ എന്ന് ആരെങ്കിലും വിമർശിച്ചിരുന്നോ? ഇല്ല, ആരും വിമർശിച്ചിട്ടില്ല. ഓൺ ദ കോൺട്രറി, നന്നായി താൻ ഇപ്പോൾ ഒരു കുറേയൊക്കെ ധൈര്യം കാട്ടും. ഞങ്ങൾക്കൊന്നും അതിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിലൊക്കെ ഈ ഒരു കരകാണ ഗർത്തത്തിലേക്ക് ആരാ എടുത്തിയാടുക? പക്ഷെ ആ സമയത്ത്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് ലെവലിൽ വന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പരിചയമില്ലാത്തവരോ പെട്ടെന്ന് കയറി പിടിച്ചത് AAP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂടാരങ്ങളിലാണ്, അല്ലെങ്കിൽ അവരുടെ ടിക്കറ്റിൽ മത്സരിക്കുകയായിരുന്നു. ഇവിടുത്തെ അനിതാ പ്രതാപ് പോലും ഒരു ഉദാഹരണം എടുത്താൽ. എന്തുകൊണ്ടാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിലേക്ക് അങ്ങെത്തിയത്? എന്നെ സംബന്ധിച്ചോളം ഞാനൊരു മനുഷ്യസ്നേഹിയായിരുന്നുണ്ട്. എപ്പോഴും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു അവസരം ലഭിച്ചാൽ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നത്, ചെറുതായാലും വലുതാണ്. ഒരു ഫോൺ കോളായെന്ന് വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പോയി കാണുന്നതായെന്ന് വരാം. പക്ഷേ അല്ലെങ്കിൽ ഒന്നും വേണ്ട, സ്നേഹത്തിൻ്റെ ഒരു പുഞ്ചിരി വലിയ കാര്യമാണ്. അതിനൊരു സമയം കാണുന്നതിലാവാം, അല്ലെങ്കിൽ അല്പനേരം ഒരാളിനോട് സംസാരിച്ച് അവർക്കൊരു മാർഗ്ഗദർശനം നൽകുന്നതായിരിക്കും. ഒരാളിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ്, ഒരു സമ്മാനമാണ് അവൻ്റെ വിലയേറിയ സമയം വേറൊരാളിന് വേണ്ടി ചിലവഴിക്കുക. രൂപ കൊടുക്കുന്നതിലല്ല, അവൻ്റെ വിലയേറിയ സമയം വേറൊരാളിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ സംഭാവനയാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പക്ഷേ ചില സാമ്പ്രദായിക രൂപങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ നടക്കുന്ന വീടുകളിൽ എന്തെങ്കിലും അടിയന്തരങ്ങളുണ്ടെങ്കിൽ പോവുക, അവരുടെ ഒപ്പം അതിനുവേണ്ടി ശ്രമിക്കുക, പാർട്ടിയുടേതായ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുക. അത്തരമൊരു സാഹചര്യം അങ്ങേപ്പോലൊരു വ്യക്തിക്ക് സാധിക്കുമോ? അങ്ങനൊരു പ്രവർത്തന രീതിക്ക് അങ്ങനെയൊന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ കല്യാണത്തിനും വരണമെന്നോ അല്ലെങ്കിൽ എല്ലാ ജ്ഞാനസ്നാനത്തിനും വരണമെന്നൊന്നും വന്നാൽ കൊള്ളാം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരതിൽ കൂടുതലല്ലേ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ മാറ്റം വന്നു. അവർ നോക്കുന്നത് എന്താണ്? ക്യാൻ ഹി ഡെലിവർ സംതിങ്? അവരുടെ ആ പഴയ തരത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറി ഇല്ലേ? ഇദ്ദേഹം എന്താ പറയുന്നത്, എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ പറയുന്ന കാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുണ്ടോ? ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് ഇനി നോക്കിക്കൊള്ളൂ. അല്ലാതെ എത്ര കല്യാണത്തിന് പോയി എത്ര മരണത്തിന് പോയി എന്നുള്ളതല്ല. കൊള്ളാം, അതൊക്കെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് പിന്നീട് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചിലരെങ്കിലും വേറൊരു ലെവലിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ചില വിവാദങ്ങളോട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചത്? അങ്ങ് അന്വേഷിച്ചിരുന്നോ? ഞാൻ ഒരിക്കലും എനിക്കത് അന്വേഷണം തോന്നിയിട്ടുമില്ല. കാരണം അതിന് അടിസ്ഥാനമില്ലാത്തതാണ്.
അടിസ്ഥാനമില്ലാത്ത കാര്യത്തിൽ പോലും ഞാനതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടേ ഇല്ലല്ലോ. അതെ, ലെവലേശം പ്രതികരിച്ചിട്ടില്ല. എന്തിനാണ് പ്രതികരിക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അനുഭവ പരിജ്ഞാനത്തെ സ്വാഭാവികമായും അതിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ചേർത്ത് വെക്കുമ്പോഴാണല്ലോ ഒരു നല്ല ഭരണാധികാരി ഉണ്ടാവുന്നത്. ഇതിനെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഒരു പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇത് നമ്മളിതിനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഒരു ഹോളിസ്റ്റിക്കായിട്ട് കാണാൻ നാം പലപ്പോഴും ഇപ്പോൾ എന്താ വേണ്ടത്? NTPC ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും, അവർ LNG എടുക്കും, പക്ഷേ അത് വാങ്ങിക്കാൻ കേരളം തയ്യാറില്ല, വില കൂടുതൽ. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം കാണും. ഈ NTPC മുഴുവൻ എടുത്തെന്നുള്ള ഇതിൻ്റെ ഒരു മൂല പോലും അനങ്ങുകയില്ല. കേരളത്തിലെ ഇവിടെ സിറ്റി ഗ്യാസ് സപ്ലൈ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു മൂല അനങ്ങില്ല. ഇത് കേരളത്തിൻ്റെ മാത്രമേ പ്രശ്നമായിട്ടാണോ നാം ഇത് കാണുന്നത്? അതിന് പകരം ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു വലിയ ഒരു സ്വത്താണ്, സമ്പത്താണ്. ഇറ്റ്സ് എ റിസോഴ്സ്. ആ റിസോഴ്സിനെ വിനിയോഗിക്കാൻ രാഷ്ട്രം കാണിക്കുന്ന ഒരു മടി. രാഷ്ട്രം ഞാൻ ഉപയോഗിച്ച വാക്ക് സംസ്ഥാനമല്ല, ഇന്ത്യൻ രാജ്യം മൊത്തമായിട്ട് ഒരു അനാസ്ഥ, അത് പൊറുക്കാൻ പാടില്ലാത്ത ഒരു അനാസ്ഥയാണ് കാണിക്കുന്നത്. 400 കോടി രൂപ തന്നെ വലിയ കാര്യമില്ലേ? 4200 ശിഷ്ടം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഒന്നിനും സാധിക്കാൻ പറ്റാതെ പുതിയ തേങ്ങയായിട്ടിരിക്കുന്നു. ആർക്കും ഒരു വേദന ഒരിടത്തും കാണുന്നില്ല. ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇതിനകത്തില്ല. കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് അവതരിപ്പിക്കുന്നതിനോ പറയുന്നതിനോ ഉള്ള ആളുകളുടെ അഭാവമാണോ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്തരം വിഷയങ്ങളെ ഏറ്റവും എഫക്റ്റീവായിട്ട്? അതിനാണ് കാഴ്ചപ്പാട്, അതിനാണ് ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ഇലക്ട്രിസിറ്റി വാങ്ങിക്കുമോ ഇവിടുന്ന് ഉണ്ടാകുന്ന LNG കൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മപുരത്തെ ഡീസൽ എഞ്ചിൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ FACT ചെയ്യും. ഇതാണ് ഇതിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം ഇതല്ല, ഇത് രാഷ്ട്രത്തിൻ്റെ പൊതു സ്വത്താണ്, ഇത് രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണിത് എന്നുള്ള ഒരു ആർജവത്തോടു കൂടി ആ തരത്തിലുള്ള ഒരു നേതൃത്വത്തിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്. അത് കേരളം കൊച്ചു സംസ്ഥാനമായതുകൊണ്ടാണോ കൊച്ചു രീതി ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല. സ്വാഭാവികമായും എറണാകുളത്തെ പ്രവർത്തന മണ്ഡലമാക്കി, പ്രവർത്തന കേന്ദ്രീകൃത സ്ഥലമാക്കി ഈ ജനകീയ വിഷയങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടും സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഇനി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു പൊതുപ്രവർത്തകരായി നമ്മുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ, സാമൂഹിക അവസ്ഥയിലും നമ്മൾ ശീലിച്ച രാഷ്ട്രീയ അവസ്ഥയിലും അതിനൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ റോൾ കൂടി ആവശ്യം വരും. അങ്ങനെയെങ്കിലും ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി കൂടി ഇറങ്ങുന്നതല്ലേ നല്ലത്? ഇത് രാഷ്ട്രീയം മാത്രമല്ല, ആരും വികസനത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എതിരാണോ? ആരെങ്കിലും എതിരാണോ? അതിൻ്റെ രീതിക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ആ രീതി പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന് വരുന്നുണ്ടോ? ഒരു മേശചുറ്റിയിൽ ചർച്ച ചെയ്തു കൂടുന്നുണ്ടോ? പക്ഷെ എന്തിനും ഈ പറഞ്ഞ ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരു സാഹചര്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് നാം വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ്, വേദനയോട് ചിന്തിക്കേണ്ടതാണ്. അത് എത്രയും വേഗം ആ തരത്തിലുള്ള ആ ഒരു സമീപനം, ആ ഒരു മാനസിക അവസ്ഥ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് വരെ ഞാൻ പറയും. അതിന് എല്ലാ വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനം വേണ്ടിവരും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ ക്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടികളുടേത്, മാധ്യമങ്ങളുടേത്, എല്ലാവരുടെയും അതിലൊരു സമ്പൂർണ്ണമായി അതിനകത്ത് വികസനപരമായി മുന്നോട്ട് പോകുന്നതിനും ഒരു നല്ല നാളേക്കും വേണ്ടി ഒരു മാധ്യമ നിലയ്ക്കുള്ള കടമ നിർവഹിക്കുക എന്നതാണ് TV ന്യൂവിൻ്റെ ഒരു പ്രഖ്യാപിതമായ അജണ്ടയും. തീർച്ചയായും ഒരു വലിയ രീതിയിൽ ചിന്തിക്കുന്ന, കാര്യങ്ങളെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ കണ്ട് ചിന്തിക്കാൻ പറ്റുന്ന അങ്ങേപ്പോലുള്ളവർ അതിൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുകൂടി വന്നുകൊണ്ട് ഒരു നല്ല ദിശാബോധം അതിനുണ്ടാക്കി കൊടുക്കാൻ കാലമിടവരുത്തട്ടെ എന്ന് തന്നെ കരുതുകയും ചെയ്യാം. വളരെ നന്ദി സാർ. TV ന്യൂയുടെ എല്ലാവിധ ആശംസകളും TV ന്യൂക്ക് ഉണ്ടാകും. താങ്ക് യു സാർ. എല്ലാം നല്ലത് തന്നെ വരട്ടെ. ഈ ഒരു പുതിയ കാൽവയ്പ്പാണ്, ആ പുതിയ കാൽവയ്പ്പ് വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.